ബാലരാമപുരത്ത് പിഞ്ചോമന കൊല്ലപ്പെട്ടത് ആ സംഭവത്തിന് പിന്നിൽ ഇപ്പോൾ അമ്മാവനെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയ ശേഷം കിണറ്റിൽ ഇട്ടുവെന്ന് അമ്മാവൻ ഹരികുമാർ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. ഉറങ്ങാൻ കിടന്ന കുട്ടിയെ രാവിലെയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കേരളത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് നാം ഈ ദിവസം കേട്ടതും അതിൻ്റെ പ്രതികരണങ്ങളാണ് രാവിലെ മുതൽ മാതൃഭൂമി ന്യൂസിലൂടെ നൽകിക്കൊണ്ടേയിരിക്കുന്നത്. നമുക്ക് ഏറ്റവും പുതിയ വിശദാംശങ്ങളിലേക്ക്, അത് പോലീസിൽ നിന്നുള്ള സ്ഥിരീകരണം, കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, എന്തിനു വേണ്ടിയാണ് ഈ പിഞ്ചോമനെ കൊന്നു തള്ളിയത്, ഇതൊക്കെ നമുക്ക് പരിശോധിക്കണം. AK സ്റ്റെഫിൻ വീട്ടിൽ നിന്നും ചേരുന്നുണ്ട്. ഗോകുൽനാഥ് സ്റ്റേഷനിലുള്ള വിശദാംശങ്ങളും പങ്കുവയ്ക്കും. സ്റ്റെഫിൻ, അങ്ങനെ കുറ്റസമ്മതം പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിനുശേഷം ഉയരുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ദുരൂഹത, ചുരുളഴിക്കേണ്ടതായി ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. കാരണം ഇന്ന് രാവിലെ നമ്മൾ കേട്ടൊരു 2 വയസ്സുകാരിയെ കാണാതാവുക എന്ന് പറയുമ്പോൾ വളരെ ഞെട്ടലാണ്. പിന്നീട് കിണറ്റിൽ കാണപ്പെടുന്നു കുഞ്ഞിനെ. അപ്പോൾ ഇതിൻ്റെ കൃത്യം നടത്തിയത് എന്തിനു വേണ്ടിയാണ്? സ്വന്തം അമ്മാവൻ എന്നാണ് പോലീസിനോട് അങ്ങനെ എന്തെങ്കിലും പ്രാഥമികമായി പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെ പോലീസിന് ഈ ഒരുപാട് ദുരൂഹത നിറഞ്ഞ കേസിൽ ചുരുളഴിക്കാൻ കഴിഞ്ഞു? പ്രജീഷ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അമ്മാവനാണ് എന്ന് അദ്ദേഹം കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്ത് കാരണത്താലാണ് ഈ 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞിനെ അരിംകൊല ചെയ്യാൻ പ്രതി തുനിഞ്ഞത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രമേ അക്കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ കഴിയുകയുള്ളൂ. ഏതായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഈ കോട്ടുകാൽ കോണം ഹയർ സെക്കൻഡറി സ്കൂളിന് തൊട്ട് എതിർവശത്തുള്ള ഈ കടയുടെ പിറകുവശത്താണ് അവരുടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടുള്ളത്. അവിടെയാണ് ഈ ക്രൂരമായ കൊലപാതകം നടന്നത്. ഈ കാര്യം അറിഞ്ഞ് ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നത് മാതൃഭൂമി ന്യൂസാണ്. മാതൃഭൂമി ന്യൂസിനെ ഈ വിവരം അറിയിച്ചത് ഈ തൊട്ട് അയൽവക്കത്ത് താമസിക്കുന്ന ഇദ്ദേഹമാണ്. ചേട്ടാ, എന്തായിരുന്നു രാവിലത്തെ ഇവിടുത്തെ ഒരു കാഴ്ച? എന്തായിരുന്നു, എങ്ങനെയാണ് ഇത് നിങ്ങൾ അറിഞ്ഞത്? നമസ്കാരം, ഞാൻ ബാലരാമ INTUCയുടെ ബാലരാമ മണ്ഡലം പ്രസിഡന്റാണ്. അപ്പോൾ ഞാൻ രാവിലെ പാല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 5 കാലം എല്ലാ ദിവസവും ഇവിടെ നിന്ന് വീട്ടിൽ അങ്ങപ്പുറത്ത് പോട്ട് പോകും. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ 3ാമത്തെ വീടാണ് ഈ കാണുന്ന ഈ സംഭവം ഉള്ള വീട്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ 4-5 പേര് കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത്, കുട്ടിയുടെ അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ അങ്ങോട്ട് പോയി ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഞാൻ രാവിലെ ബാത്റൂമിലോട്ട്, കാരണം പുറത്താണ് ബാത്റൂം, ആ ബാത്റൂമിലോട്ട് പോയപ്പോൾ കുഞ്ഞിനെ അച്ഛൻ്റെ അടുത്ത് കട്ടിലിൻ്റെ അടുത്ത് കടത്തിയിട്ട് പോയെന്നാണ് പറഞ്ഞത് എന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അടുത്ത ഉടനെ തന്നെ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തു. അവിടുത്തെ SHOയും SI അപ്പോൾ തന്നെ ഇവിടെ വരികയും ഇവരെ കാര്യങ്ങൾ വിശദമായിട്ട് അങ്ങോട്ട് ചോദിച്ചു. പക്ഷേ അമ്മയും മകളും തരുന്ന മൊഴികൾ, അതായത് നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ ശ്രീതു, അതോടൊപ്പം തന്നെ ഇപ്പൊ പ്രതി കുറ്റസമ്മതം നടത്തിയിരിക്കുന്ന ഹരികുമാർ, അവരുടെയൊക്കെ ഒരു മുഖഭാവം അല്ലെങ്കിൽ അവരുടെ ഒരു രീതികൾ എങ്ങനെയായിരുന്നു? പക്ഷേ ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ റൂമിന്റെ അവിടെ എന്തോ കത്തിയതായിട്ടുള്ള ഒരു രീതിയിൽ കണ്ടിരുന്നു. പക്ഷെ അപ്പോൾ ആ സമയത്ത് അതിനെ കഴുകി മാറ്റിയതായിട്ട് കാണപ്പെട്ടു. അപ്പോൾ സ്ഥലം സന്ദർശിച്ച ആ നേരത്ത് MLA ഉണ്ടായിരുന്നു ആ സമയത്ത്. കാരണം അവിടെ മൊത്തവും കത്തിച്ചതായിട്ട് കാണപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, ഞാൻ കട്ടിൽ കിടക്കുകയായിരുന്നു. കത്തിച്ചതുപോലെയാണോ തോന്നിയത്, അതോ കത്തിയതുപോലെ? കാരണം പുള്ളി കട്ടിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കത്തിച്ചതായിരിക്കുമല്ലോ. അത് പ്രജീഷ്, ഈ കാണുന്ന മുറിയിലാണ്, ഈ പോലീസ് അടച്ചിട്ടിരിക്കുന്ന ഈ മുറിയിലാണ് അത് കത്തിയത്, അല്ലേ? അതെ അതെ. അതിനെ തുടർന്ന് ഈ ആളുകളൊക്കെ ഇവിടെ തന്നെ തടിച്ചുകൂടി. പോലീസ് ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. വലിയ തോതിലുള്ള ഒരു സംശയം പോലീസിന് ആദ്യം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രധാനമായും ഒരു 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് എങ്ങനെയാണ് കിണറ്റിലേക്ക് എടുത്തു ചാടുന്നത് എന്നുള്ളതായിരുന്നു ഏറ്റവും സാമാന്യ ബുദ്ധിയോടെ ചിന്തിച്ചുള്ള ഈ കുടുംബത്തിന്റെ പശ്ചാത്തലം, ഹരികുമാറിന്റെ പ്രകൃതം, ഹരികുമാറിന്റെ പശ്ചാത്തലം, ഈ ശ്രീതു, അതാണല്ലോ കുട്ടിയുടെ അമ്മയുടെ പേര്, കുട്ടിയുടെ പിതാവ്, ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ. അപ്പോൾ ഈ കൊലപാതകത്തിലേക്ക് നയിക്കാൻ എന്താണ് ഇത്രയും വലിയ കാരണം? കാരണം ഒരു അമ്മാവനാണ്, ലാളിക്കേണ്ട അമ്മാവനാണ്, ആ കൈകളിൽ ലാളിക്കേണ്ട വ്യക്തി തന്നെ. എങ്ങനെ തോന്നുന്നു ഒരു മനുഷ്യന് ഒരു 2 വയസ്സുകാരി, ആ പൊന്നോമനയുടെ സ്റ്റെഫിനിലേക്ക് എത്താം? എന്തായാലും പറയാൻ ഇത്രയേ ഉള്ളൂ. കാരണം ആ ഫോട്ടോ കാണുമ്പോൾ നോക്കൂ, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞിനെ, 2 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനെ എങ്ങനെ തോന്നുന്നു ഈ മനുഷ്യർക്ക് കൊലപ്പെടുത്താൻ, അതും കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്താൻ എന്നുള്ളതാണ്. ഇതിൽ പിന്നിൽ എന്താണ്? മനുഷ്യന്മാരാരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? കാരണം ആ മനസാക്ഷി അത്രത്തോളം നടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്നും കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് എന്താണ് ഇതിന് പിന്നിൽ എന്നുള്ളത് കാര്യം ഒരാൾ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ടോ? തുടക്കം മുതൽ അമ്മയുടെയൊക്കെ മൊഴി
വലിയ വൈരുദ്ധ്യം അതിൽ കാണപ്പെട്ടിരുന്നു. സ്റ്റെഫിൻ, അതാണ് ഞാൻ ചോദിച്ചു വന്നത്. ഈ ഹരികുമാറിൻ്റെ പ്രകൃതം എന്താണ്? ഈ കൊലപാതകത്തിലേക്ക് വഴിവെക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്താണ്? പിഞ്ചു കുഞ്ഞാണ്, മറ്റൊരു കുഞ്ഞു കൂടി ഉണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ സാഹചര്യങ്ങൾ വരുന്നു? വഴിതെറ്റിക്കാൻ തക്ക രീതിയിൽ ഈ തീപിടുത്തത്തെ നമ്മൾ സംശയിക്കേണ്ടി വരുമോ? അവിടെ കയർ കുരുക്കിട്ട രീതിയിൽ കണ്ടു, 3-4 കയറ്. അപ്പോൾ ആ കയറൊക്കെ എന്തിനു വേണ്ടിയാണോ? ആ വീടിൻ്റെയൊക്കെ പ്രകൃതം, അവിടുത്തെ അന്തരീക്ഷത്തെ സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ, നാട്ടുകാരുടെ മൊഴികളും ചേർത്ത് വായിക്കുമ്പോൾ സ്റ്റെഫിൻ എന്താണ് തോന്നുന്നത്? പ്രജീഷ്, ഇവർക്ക് ഒരുപാട് തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഏതായാലും അക്കാര്യത്തിലൊക്കെ ഇനി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഈ ശ്രീതു പലരിൽ നിന്നും പണം കടം വാങ്ങിയതായുള്ള തെളിവുകളുണ്ട്. പലരും ഇവിടെ വന്ന് പണം ചോദിച്ച് വന്ന് വഴക്കുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഈ തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. അവർ നമ്മൾ സംസാരിച്ചതാണ്. ഇവിടെ നിന്നും പലപ്പോഴും വഴക്കുണ്ടാകുന്നത് അടുത്തടുത്ത വീടുകളായതുകൊണ്ട് തന്നെ അവർ കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ഹരികുമാറിൻ്റെയൊക്കെ ഒരു പ്രകൃതം എങ്ങനെയാണ് സാധാരണഗതിയിൽ? നിങ്ങൾക്ക് അറിയാമോ, പരിചയമുണ്ടോ? ഇല്ല, കുറച്ച് ദിവസമായിട്ട് ഹരികുമാർ എന്ന് പറയുന്ന പയ്യനെ ഇപ്പോഴാണ് കുറച്ച് ദിവസം ഇവിടെ കാണാൻ തുടങ്ങിയത്. ഇപ്പോൾ ഒരു 1-2 ആഴ്ചയായിട്ട്. അല്ലാതെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ, അല്ലാതെ ഇപ്പോൾ കുറച്ചല്ല, 1-2 വർഷമായിട്ട്, എനിക്ക് 1 വർഷത്തിൽ കൂടുതലായിട്ട് ഇങ്ങനെ വലുതായിട്ട് ഇവിടെ കാണാറില്ല. ബന്ധപ്പെട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷെ ഇപ്പോഴും പല ചാനലുകളിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. അത് എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തതയില്ല. കാരണം 24 ചാനലിൽ തന്നെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചത് തന്നെ ഇപ്പോൾ വേറെ പ്രതി എന്ന് പറഞ്ഞിട്ട് വേറെ ആളുടെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടുള്ളത്. അത് ഞങ്ങൾ 24 ചാനലിന്റെ പ്രതിനിധികളെ അറിയിക്കുകയും ആ ഫോട്ടോ മാറ്റി, കാരണം പ്രതിയല്ല അവർ ആ ആളിന്റെ ഫോട്ടോ അല്ല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞങ്ങളുടെ ഇതുവരെയുള്ള സാഹചര്യം അനുസരിച്ച് ഈ ഒരു പ്രതിയാവാനുള്ള ഒരു മാനസിക നിലയിലല്ല പുള്ളി നമ്മളെടുത്ത് പ്രതികരിച്ചിട്ടുള്ളത്. കാരണം അത്രത്തോളം പക്വത കുറവുണ്ട്. പക്ഷേ പുള്ളിയുടെ പേര് പറയുമ്പോഴേ അത് എന്തെങ്കിലും മാനസികമായിട്ട് വൈകല്യം നേരിടുന്ന അങ്ങനെ എന്തെങ്കിലും തരത്തിലാണോ? അങ്ങനെ ഉണ്ടായിരുന്നു, മുമ്പേ അങ്ങനെ ഉണ്ടായിരുന്നു. എന്റെ കൂടെയാണ് പഠിച്ചത് അവൻ. നമ്മൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിലിരുന്നാണ് പഠിച്ചത്. അങ്ങനെ സ്കൂളിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ IID ക്ലാസ്സിലേക്ക് കൊണ്ടിരുത്തി അവനങ്ങനെ നമ്മളെ കൂട്ടത്തിരുത്താതെ അങ്ങനെ പ്രത്യേകിച്ചാണ് ഇരുത്തി പഠിപ്പിക്കുന്നതും കാര്യങ്ങളെല്ലാം. അത്രേ എനിക്കറിയാം. അല്ലാതെ ഒരു സ്വഭാവ രീതി, നിങ്ങളോടൊക്കെ പെരുമാറുന്ന രീതികൾ? നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമായിട്ടാണ് പെരുമാറുന്നത്. ഇന്നുവരെ വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നും. കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉള്ളതായിട്ട് അതൊക്കെ എന്തെങ്കിലും പറഞ്ഞു? അത് ഒന്നും അറിഞ്ഞുകൂടാ. അല്ലാതെ ഇവന്റെ കാര്യം ഇത്ര തന്നെ. നാട്ടുകാർ നമ്മുടെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളാണ്. പിന്നെ മേളം, ക്ഷേത്രത്തിൽ മേളം അങ്ങനെയാണ് പോണത്. ഇപ്പൊ ഏകദേശം 2 വർഷമായി കണ്ടിട്ട്. പിന്നെ അവന്റെ അച്ഛൻ മരിച്ചതോടെയാണ് അവൻ ഇങ്ങ് വന്നപ്പോ എന്നെ കണ്ടു, സംസാരിച്ചു. ഇന്ന് 16 ദിവസം. അതോടൊപ്പം ഈ ശ്രീതുവും ഭർത്താവും തമ്മിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭർത്താവ് ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പൊ ഈ അച്ഛൻ മരിച്ചതിന്റെ ഇതിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാ. പലരിന്ന് കടം വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ അകത്ത് എന്താണ്? രാവിലെ ഈ വീട്ടുകാർ പറഞ്ഞ മൊഴിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഭർത്താവിന്റെ അടുത്താണ് കുട്ടിയെ കടത്തിയത്. അതിലൊക്കെ പല വ്യക്തികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ എന്തായാലും ദൂരീകരിക്കേണ്ടതുണ്ട്. ഈ അവർ ഈ സാമ്പത്തികമായിട്ട് എങ്ങനെയായിരുന്നു അവർക്ക്? ഒരു സാമ്പത്തികമായിട്ട് ഈ ഇടയ്ക്കായിട്ട് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് പബ്ലിക്കിൽ കൂടി അറിയാൻ സാധിച്ചു. ഒരുപാട് പേര് ഇങ്ങനെ പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളൊരു അലിഗേഷൻ ഉണ്ട്. അത് നല്ലൊരു എമൗണ്ട് ഉണ്ടെന്നാണ് മൊത്തത്തിലുള്ളൊരു സംസാരം. ഈ മിനിഞ്ഞാന്ന് ബാലരാമപുരം സ്റ്റേഷനിൽ ഒരു 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അത് സ്റ്റേഷനിൽ ഒരു പരാതിയായിട്ട് പോയെന്നുണ്ടെന്നാണ് പറഞ്ഞത്. ശ്രീ കൊണ്ടു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന്റെ ലീഗലായിട്ടുള്ള ആർക്ക് കൊടുത്തു എന്നുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടില്ല സ്റ്റേഷൻ. പ്രജീഷ്, ഏതായാലും ഇനി ഈ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇനി വ്യക്തമാകേണ്ടതുണ്ട്. കാരണം ഈ കൊലപ്പെടുത്താനുണ്ടായ കാരണം എന്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒപ്പം കുറച്ചുകൂടി നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. കാരണം അവിടുത്തെ വാർഡ് കൗൺസിൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് തത്സമയം. KKM സുനിൽ വാർഡ് കൗൺസിലാണ്. ശ്രീ സുനിൽ, നിങ്ങളൊക്കെ ഈ നാട്ടിലെ ഈ വാർത്ത കേൾക്കുമ്പോൾ ആദ്യം ഒരു കുഞ്ഞിനെ കാണാതെ പോകുന്നു എന്നുള്ളതാണ്. ഒരു കുഞ്ഞിനെ നമുക്ക് കാണാതെ പോകുമ്പോൾ അറിയാമല്ലോ, 2 വയസ്സ് മാത്രമേ ഉള്ളൂ. ആ കുഞ്ഞിന് എത്ര പരിധി വരെ പോകാൻ കഴിയുമെന്ന് ഒക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ പിന്നീടാണ് മനസ്സിലാകുന്നത് ഒരു കുഞ്ഞിനെ പോലും എത്താത്ത രീതിയിൽ ഒരു കിണറ്റിലേക്ക് കുഞ്ഞ് വീണു പോകുന്നു. അപ്പോൾ ഈ സംഭവത്തിൻ്റെ ചുരുളടിയുന്നത് ഈ പ്രതിയുടെ കുറ്റസമ്മതത്തിന് ശേഷമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഈ പ്രതിയെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ. ഇനി അത് ഒരുപാട് ചുരുളടിയേണ്ടതുണ്ട്. അമ്മയെക്കുറിച്ച് ചില സംശയങ്ങൾ, അല്ലെങ്കിൽ അമ്മയുടെ മൊഴികളിൽ ചില പൊരുത്തക്കേടുകൾ ഉള്ളതായി കാണുന്നുണ്ട്. കാരണം എന്താണ്, ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, നല്ല നിലയിൽ ജീവിച്ച ആളുകളായിരുന്നു ഇവർ എന്ന് പറയുന്നുണ്ട്. നാട്ടുകാരിൽ പലരും പറയുന്നുണ്ട്. പിന്നീട് വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് വന്നു എന്നാണ്. നാട്ടുകാർക്ക്, താങ്കൾക്കറിയാവുന്ന ഈ ഹരികുമാർ, അദ്ദേഹത്തിൻ്റെ പ്രകൃതം എങ്ങനെയാണ്? ശ്രുതിയുടെ ഭർത്താവ് ശ്രീജിത്ത്, അവിടുത്തെ മുത്തശ്ശി, ഇവരുമായിട്ടൊക്കെ നേരത്തെ ആശയവിനിമയം നടത്താൻ കഴിഞ്ഞ വ്യക്തിയാണോ താങ്കൾ? അതെ, തീർച്ചയായിട്ടും എനിക്കത് വ്യക്തമായി ആ കുടുംബവുമായി നല്ല ബന്ധമുണ്ട്. കാരണം ഇവരിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ. ഇതിന് മുന്നേ ഇവരുടെ സ്ഥലമെന്ന് പറയുന്നത് ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് കഷ്ടിച്ചൊരു 300 മീറ്റർ താഴോട്ട് മിടാന്നൂർ കുടം കുളവറ വളാകം ഭാഗത്താണ്.
ഈ കുടുംബം വളരെ മാന്യമായി താമസിക്കുന്ന നായർ സമുദായത്തിലെ ഒരു കുടുംബമാണ്. പക്ഷേ ഈ ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് ഒറ്റവാക്കിൽ പറഞ്ഞാൽ 10 രൂപ ചില്ലറ വാങ്ങി എണ്ണിയെടുക്കാൻ അറിഞ്ഞുകൂടാത്തവനാണ് ഇപ്പോഴും. അതുകൊണ്ട് ഹരിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെ ഒന്ന് നടക്കും എന്ന് എനിക്ക് നന്നായിട്ട് ഹരിയെയും ആ കുടുംബത്തെയും അറിയാം. ഒരിക്കൽ പോലും നടക്കുമെന്ന് ഒട്ടുമേ പ്രതീക്ഷയില്ല. ഒരു കൊലപാതകം ചെയ്യാനുള്ള മനോധൈര്യം ഉള്ള ആളല്ല ഹരി എന്ന് ഞാൻ ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നു. പക്ഷേ ആ കുടുംബത്തിലെ സാമ്പത്തിക പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഹരിയാണ് ചെയ്തു എങ്കിലും ആത്മഹത്യക്ക് 1-2 തവണ ശ്രമിച്ചു എന്ന് പറയുന്നു. അത് ശരിയാണോ? അതിന്റെ കാരണം അന്വേഷിച്ചിരുന്നോ താങ്കൾ? സാർ, ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞ പറയുന്ന ആത്മഹത്യാശ്രമമല്ല, വെറും നുണപ്രചരണമാണ്. അതായത് ഒരിക്കൽ പറഞ്ഞത് ഈ കുട്ടിക്ക് മുത്തശ്ശി രാഗിണി ചോറ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി ആ ഗേറ്റ് തുറന്നു കിടന്നതുകൊണ്ട് മുത്തശ്ശിയിൽ നിന്ന് ഓടി റോഡിലേക്ക് കയറുകയും ആ കയറ്റത്തിൽ നിന്ന് വന്ന ഒരു വാഹനം ഇറക്കത്തിലേക്ക് വന്ന് ഈ കുട്ടിയെ ഇടിച്ച് റോഡിൽ തെറിപ്പിച്ചിട്ടിട്ട് വാഹനം പോയി. ഇത് കണ്ട് മുത്തശ്ശി കിണറിൽ ചാടി ആത്മഹത്യ ചെയ്തു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ അത്യാസന്ന നിലയിലാണ് എന്നാണ് ശ്രീതു ചില ആളുകളോട് പറഞ്ഞ് പൈസ വാങ്ങിയിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. ഇതൊരു ചെറിയ ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ പറയുന്നതിലൊന്നും ഞങ്ങൾക്ക് ശ്രീതുവിന് നല്ല ചെറുപ്രായത്തിൽ തന്നെ ജോലി കിട്ടുന്നു. അതും നല്ല മികച്ച ഒരു സ്ഥാപനത്തിൽ ഉള്ള ജോലിയാണ്. ആ ജോലിയിൽ നിന്നും നല്ല വരുമാനമൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ പിന്നീട് ഇത്രയധികം സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ 30 ലക്ഷം ഒരു കെട്ടുകഥയായിരുന്നു, പോലീസും അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച് എന്താണ് താങ്കൾക്കും അവിടെയുള്ള നാട്ടുകാർക്കും പറയാനുള്ളത്? സാറേ, ഈ ശ്രീധുവിന് വളരെ ചെറുപ്രായത്തിലെ അല്ല ജോലി കിട്ടിയത്. ജോലി കിട്ടിയിട്ട് ഏതാണ്ട് കഷ്ടിച്ചൊരു 2-3 വർഷത്തിനകത്തേ വരുള്ളൂ. അത് ക്ഷേത്ര ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള താൽക്കാലിക ജീവനക്കാരി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ശ്രീധു ഇവിടുത്തെ ആളുകളോടെല്ലാം പറഞ്ഞത് ദേവസ്വം ബോർഡിൽ 1 ലക്ഷം രൂപയ്ക്ക് പുറത്ത് സാലറി കിട്ടുന്ന ഉദ്യോഗസ്ഥയാണ്. ദേവസ്വം ബോർഡിൽ ജോലി വാങ്ങി കൊടുക്കുന്നതിന് എനിക്ക് കഴിയും, പരിചയമുള്ള ആളുകളുണ്ട്. അതിൻ്റെ പേരിലും ചില ആളുകളോട് പൈസ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്തരണത്തിൽ പൈസ വാങ്ങിയ ഒരു സംഭവം ഇങ്ങനെ ഒരു സുഹൃത്ത് പറഞ്ഞതായിട്ട് ഇവരോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ തന്നെ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട് ഒരാഴ്ച മുമ്പ്. അതായത് സുനിൽ മനസ്സിലാക്കിയ ഹരികുമാർ ഇങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യില്ല. അത് ഒരു അത്ഭുതം താങ്കൾ കാണുന്നുണ്ട്. അത്ഭുതം കാണുമ്പോഴാണ് ചില ചോദ്യങ്ങൾ വരുന്നത്. ഇനി വിശദമായി ചോദ്യം ചെയ്യണം. പോലീസാണ് ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത്. പക്ഷേ നമുക്ക് ചില അനുമാനങ്ങൾ ആ നിമിഷം വരെ നമുക്ക് നടത്തുക മാത്രമേ നിവർത്തിയുമുള്ളൂ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ ഒരാൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? ഇയാൾ മാത്രം, അതല്ല ഇനി മറ്റാരെങ്കിലും രക്ഷപ്പെടുത്താൻ കൂടി പറയുകയാണോ? അങ്ങനെ ഈ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ചില സാഹചര്യം നിങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇവരുടെ ആദ്യത്തെ മൊഴി, മുത്തശ്ശിയുടെ മൊഴി, ഒരു കുഞ്ഞിനെ കാണാതാകുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയാസമുണ്ടല്ലോ, ആ പ്രയാസമൊന്നും ആദ്യം ഇവരുടെ മുഖത്തൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ നിന്നും താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? സാർ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ശരിക്കുണ്ട്. കാരണം ഞാനൊരു 6:30 മണിയോടുകൂടി അവിടെ അറിഞ്ഞെത്തുകയാണ്. എത്തുമ്പോൾ ഈ കുട്ടിയുടെ മുത്തശ്ശി രാഗിണി അലമുറയിട്ട് കരയുന്നുണ്ട്. പക്ഷേ ശ്രീധുവിൽ നിന്ന് അത്തരത്തോളം സങ്കടം കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ശ്രീധു പറയുന്നു, കുട്ടിയെ ഞാൻ ബാത്റൂമിൽ പോകുമ്പോഴേക്കും കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ബാത്റൂമിലിരിക്കുമ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നു. അമ്മയോട് വിളിച്ച് കുട്ടിയെ എടുക്കാൻ പറയുന്നു. പക്ഷെ തിരിച്ചു വരുമ്പോൾ കുട്ടിയെ കണ്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് പറയുന്ന രീതിക്ക് തന്നെ വളരെ വ്യത്യാസമുണ്ട്. ഇത് ഈ സംഭവത്തിൽ വളരെ ദുരൂഹത, അതായത് ഹരികുമാറിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇത്. ഹരിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഇത്തരണത്തിലൊരു സംഭവം ചെയ്യാൻ, ഒരു കൃത്യം ചെയ്യാൻ ഒരിക്കലും കഴിയുന്ന ആരോഗ്യപരമായും ബുദ്ധിപരമായും വളർച്ചയുള്ളൊരു കുട്ടിയല്ല ഹരി എന്ന് അടിവരയിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഈ ശ്രീധുവും ശ്രീജിത്തും തമ്മിലുള്ള പ്രശ്നം വഷളായത് എങ്ങനെയാണ്? ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയുണ്ടല്ലോ, ഒരു 16-ാം അടിയന്തരം നടക്കുന്ന ഒരു ദിവസമാണ്. ഈ ദിവസം തന്നെ ഇങ്ങനെ ഒരു കൃത്യം തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം എന്ത്? ഇവർ തമ്മിലൊരു, അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ, അല്ലെങ്കിൽ സഹോദരിക്കൊപ്പം നിൽക്കുന്ന ഒരു സഹോദരൻ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു കുഞ്ഞിനെ അവിടെ ഇല്ലാതാക്കുക, ഒരു മറ്റൊരു കുഞ്ഞും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കുക, അതിൻ്റെ ലക്ഷ്യം എന്ത്? അങ്ങനെയൊക്കെ സംശയിച്ചാൽ സാർ, അത് നമുക്ക് സംശയിക്കാൻ പറഞ്ഞാൽ ഇന്ന് ആ കുട്ടിയുടെ മുത്തശ്ശൻ മരിച്ച 16-ആണ്. ഈ 16-ന് വേണ്ടിയാണ് കുട്ടി ഈ ശ്രീധുവിൻ്റെ ഭർത്താവ് വന്ന്. ശ്രീധുവും ഭർത്താവും വർഷങ്ങളായി രണ്ട് വീടുകളിൽ കഴിയുന്നവരാണ്.
ശ്രീധുവിൻ്റെ ഭർത്താവ് പാറശാല ഭാഗത്തെ കൊറ്റാമം പ്രദേശത്തെ എങ്ങാണ്ടോ സ്വദേശിയാണ് എന്നെനിക്കറിയാൻ കഴിഞ്ഞു. പക്ഷേ പുള്ളി ഇവിടെ വരാറില്ല. പുള്ളി ഇവിടെ വന്നത് തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട് വന്നു. മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ അതിൻ്റെ കുടുംബത്തിലെ ആളുകൾ ഇരുന്ന് കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് 10-50 ലക്ഷം രൂപയ്ക്ക് പുറത്ത് കടമുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ശ്രീധുവിൻ്റെ ഭർത്താവിനെ ഇവിടെ നിർത്താതെ അവർ ബന്ധുക്കൾ പറഞ്ഞു വിട്ടു. കാരണം എന്ന് വെച്ചാൽ ഈ ബാധ്യത അയാളെ തലയ്ക്ക് വരും, നാട്ടുകാർ അയാളോട് പൈസയ്ക്ക് വരും. അതുകൊണ്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അയാൾ പറഞ്ഞു വിട്ടു. ഇന്ന് ഈ ചടങ്ങിന് 16 അടിയന്തര ദിവസമായതുകൊണ്ട് ഇന്നലെ അയാൾ വന്നു എന്നതാണ്. അല്ലാതെ ഈ നാട്ടിലെ അയാൾ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇന്നലെ വന്നത് എപ്പോഴാണ് ഈ വ്യക്തി? അതിനുശേഷം രാത്രിയിലോ മറ്റോ ഇവർ തമ്മിൽ എന്തെങ്കിലും വാക്കുതർക്കമോ മറ്റോ ഉണ്ടായോ? അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇന്നലെ രാത്രി, കാരണം ഇന്ന് വെളുപ്പിനെ നടന്ന ഒരു കൃത്യമായതുകൊണ്ട് ഇന്നലെ രാത്രി അവിടെ എന്തെങ്കിലും ആ വീട്ടിൽ സംഭവിച്ചുവോ? ഇല്ല സാർ, അത് തൊട്ടടുത്ത വീട്ടിലെ ആളുകളുമായി ഞാൻ സംസാരിച്ചു. തൊട്ടടുത്തിരിക്കുന്ന വീട്, അതായത് മീറ്ററിൻ്റെ വ്യത്യാസമില്ലാത്ത വീട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ സംസാരമോ കാര്യമോ അവിടെ കേട്ടിട്ടില്ല. വൈകുന്നേരത്തോടു കൂടിയാണ് അദ്ദേഹം വന്നത്, ആ പയ്യൻ വന്നത്, ശ്രീജിത്ത് വന്നത്. പക്ഷേ അങ്ങനെ ഒരു ബഹളമോ സംസാരമോ പുറത്ത് കേൾക്കുന്ന തരത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് അറിയാൻ കഴിയും. യെസ്, തുടരുക, ഞാൻ താങ്കളിലേക്ക് എത്താം. സ്റ്റെഫിൻ, അവിടുത്തെ വാർഡ് കൗൺസിലർ ശ്രീ KKM സുനിൽ വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ പങ്കുവെക്കുകയായിരുന്നു. അത് ശ്രമിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം എല്ലാവർക്കും പിടികിട്ടും. അപ്പോൾ അദ്ദേഹവും പറയുന്നു, ഈ വ്യക്തി നേരത്തെ സഹപാഠിയും പറഞ്ഞുവല്ലോ, ഈ ഹരികുമാർ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതാൻ കഴിയില്ല എന്നുള്ളതാണ് ഒറ്റയ്ക്ക്. അപ്പോൾ പക്ഷേ അറിയാമല്ലോ, നമ്മൾ പല കുറ്റകൃത്യങ്ങളും ചെയ്യുന്ന രീതി, അതിൻ്റെ ആ സാഹചര്യം, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സംശയിക്കത്ത രീതിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെയാണ് ഈ അമ്മയുടെ മൊഴി വളരെ പ്രധാനമായി മാറുന്നത്. അമ്മയുടെ മൊഴിയിൽ നിലവിൽ എന്താണ് നമുക്ക് സംശയിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ? പ്രജീഷ്, ആദ്യം മുതൽ തന്നെ ഈ അമ്മ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ കുഞ്ഞിനെ കാണാതായി, കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയുന്നു, അച്ഛനൊപ്പം കിടത്തി എന്ന് പറയുന്നു. പക്ഷേ അതിലൊക്കെ തന്നെ ഒരു വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞത് അച്ഛനൊപ്പം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കുഞ്ഞിനെ അച്ഛൻ്റെ അടുത്ത് കിടത്തി. അച്ഛൻ പറഞ്ഞു രാത്രി അമ്മയ്ക്കൊപ്പമാണ് കുഞ്ഞ് ഉറങ്ങാൻ കിടന്നത്. അത് തന്നെ ഒരു രണ്ട് വൈരുദ്ധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ പ്രതികളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിലെടുത്തത്. അങ്ങനെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കുറ്റസമ്മതം ഈ ഹരികുമാർ നടത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇനി കൂടുതൽ വ്യക്തത വരണമെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണ്. ഈ പ്രതികളെ കണ്ണിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ പോലീസിന് നിരത്താനാകണം. അത് ശാസ്ത്രീയമായ രീതിയിൽ ആ തെളിവുകൾ നിരത്താനാകണം. നമുക്ക് ആ പോലീസ് സ്റ്റേഷനിലെ ഡീറ്റെയിൽസ് കൂടി പരിശോധിക്കണം. ഗൂഗിൾ ചേരുന്നുണ്ട് നമ്മോടൊപ്പം തത്സമയം. ഗൂഗിൾ, പോലീസുകാർ ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഗൂഗിളിലേക്ക് എത്താം. കാരണം വളരെ വിശദമായി ഈ കേസിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം വളരെ ടേണിംഗ് പോയിന്റ് ഈ കേസിൽ ഉണ്ടായത്, വഴിത്തിരിവായി മാറിയത് ഈ പ്രതിയുടെ കുറ്റസമ്മതമാണ്. ഈ ഹരികുമാർ എന്ന വ്യക്തി പോലീസിനോട് പല വേളകളിൽ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പോലീസുകാർക്ക് സംശയത്തിന് വകവെക്കുന്ന രീതിയിൽ അദ്ദേഹം തന്നെ, ഈ ഹരികുമാർ തന്നെ കാര്യങ്ങൾ ഇട്ടുകൊടുത്തു എന്നുള്ളതാണ്. അതിൽ പിടിച്ച് ചുരുളഴിക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായി ഈ കേസിൽ മാറുകയാണ്. ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു? പ്രതികളെയൊക്കെ തന്നെ സാധാരണ മാറ്റിയും വെവ്വേറെ ഇരുത്തിയും ഒരുമിച്ചിരുത്തിയൊക്കെ ചോദ്യം ചെയ്താൽ മാത്രമേ ചുരുളഴിയുകയുള്ളൂ. ഏത് ഘട്ടം വരെ എത്തിയിട്ടുണ്ട്? പ്രജീഷ്, ഏറെ ദുരൂഹമായിരുന്നു കാര്യങ്ങൾ. ആ ദുരൂഹമായ കേസാണ് ഇപ്പോൾ മണിക്കൂറുകൾ കഴിയുമ്പോൾ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ രണ്ടാം ഘട്ട മൊഴിയെടുപ്പും തെളിവെടുപ്പുകളും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയ്ക്കാണ് ഹരികുമാർ താനാണ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞത് എന്നുള്ള വിവരം പോലീസിനോട് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഹരികുമാർ പോലീസിനോട് യാതൊരു വിധത്തിലും സഹകരിച്ചിരുന്നില്ല. ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പോലീസ് നിങ്ങളുടേതായ രീതിയിൽ തന്നെ അന്വേഷിച്ച് മുൻപോട്ട് പോവുക, നിങ്ങൾ തന്നെ കേസ് തെളിയിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് ഘട്ടഘട്ടമായി പോലീസിന്റെ അന്വേഷണങ്ങൾ, ചോദ്യങ്ങൾ മുറുകുമ്പോൾ പിന്നീട് അങ്ങനെ ഹരികുമാർ തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു താനാണ് കുട്ടിയെ കൊന്നത്. പക്ഷേ എന്തിനാണ് കുട്ടിയെ കൊന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും ഹരികുമാർ പോലീസിന് മുൻപാകെ മൊഴി നൽകിയിട്ടില്ല. അടുത്ത ഘട്ടത്തിൽ വീണ്ടും പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോൾ ഈ ഒരു നിമിഷങ്ങൾക്കകം തന്നെ എന്തിനാണ് കുട്ടിയെ കൊന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഹരികുമാർ വെളിപ്പെടുത്തും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ അത്രയും അരുംകൊല, ആ ഒരു അരുംകൊലയ്ക്ക് ഹരികുമാറാണ് എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കാമോ ഉടൻ?
പ്രജീഷ്, തീർച്ചയായും ഉടൻ തന്നെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകും. അതിൽ എന്തുകൊണ്ട് കുട്ടിയെ കൊന്നു, എങ്ങനെയാണ് കൊന്നത്, കൊന്ന ശേഷം കുട്ടിയെ കിണറ്റിലിട്ടാണോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നതായിരിക്കും. ഒരു അല്പസമയത്തിന് അകം തന്നെ ഈ 3 പേരെയും ഇവിടെ നിന്ന് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോകും. ഈ 3 പേരുടെയും മൊഴികളിലെ വൈരുദ്ധ്യമുണ്ട്. ഹരികുമാറിന് അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും ഇതിൽ 3 പേരുടെയും മൊഴിയിലെ വൈരുദ്ധ്യം, ആരും തന്നെ അമ്മ തന്നെയാണ് ആദ്യത്തെ ഈ മൊഴിയിലെ വൈരുദ്ധ്യം പലപ്പോഴായി മാധ്യമങ്ങൾക്ക് മുമ്പിലും അല്ലെങ്കിൽ പോലീസിനോടും നൽകിയിട്ടുള്ളത്. അതിൽ ആദ്യം പറയുന്നത് കുട്ടിയെ അച്ഛനൊപ്പമാണ് ഉറങ്ങാൻ കിടന്നത് എന്ന് പറയുന്നു. അച്ഛൻ പറയുന്ന അമ്മയ്ക്കൊപ്പമാണെന്ന് പറയുന്നു. ഇതിൽ തന്നെ വലിയ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് കുട്ടിയെ കാണാതായ സമയത്തും കാണാതായി എന്നുള്ളതാണ് ആദ്യത്തെ പരാതി. പക്ഷേ അതിനപ്പുറത്തേക്ക് പിന്നീട് പോലീസ് അന്വേഷണം മുറുകുമ്പോഴാണ് പിന്നീട് ഇത്തരത്തിൽ ഈ കുട്ടി കിണറ്റിൽ നിന്ന് എടുത്ത സമയത്തും ഇവർ കുട്ടി എങ്ങനെ പോയി അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങൾ, അവിടെ സംഭവിച്ച കാര്യങ്ങൾ വ്യക്തമാക്കുന്നില്ല. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടത് വീട്ടിലുണ്ടായ തീപിടുത്തം, തീ ചെറിയ രീതിയിലുണ്ടായി, കട്ടിലിന് തീ പിടിച്ച കാര്യങ്ങളും ഇതൊക്കെ തന്നെ ഇവർ വലിയ രീതിയിൽ തന്നെ ദുരൂഹമായി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാമുള്ള ഉത്തരമാണ് ഈ പോലീസ് അന്വേഷണത്തെ പോലും പലപ്പോഴും വഴിമാറ്റി വിടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഈ 3 പേരുടെയും ഭാഗത്തുണ്ടായി. ഈ 3 പേർക്കും അതിൽ ഈ ഹരികുമാറാണ് കൃത്യം ചെയ്തതെങ്കിൽ ബാക്കി 2 പേർ അതിൽ എങ്ങനെ ഭാഗവാക്കായി തുടങ്ങിയ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അത് അല്പനിമിഷത്തിനകം തന്നെ അറിയാൻ സാധിക്കും. പോലീസിനെ സംബന്ധിച്ചോളം മറനീക്കി പുറത്തേക്ക് വരേണ്ട സത്യങ്ങൾ ഒറ്റയ്ക്കാണോ ഈ ഹരികുമാറിന് ഇക്കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. കാരണം തുടക്കം മുതൽ ഈ കേസിൽ വഴിതെറ്റിക്കൽ ഉണ്ടായിട്ടുണ്ട്. ഈ പുലർച്ചെ ഈ കുഞ്ഞ് കിണറ്റിൽ എത്തപ്പെടില്ല, കിണറ്റിലേക്ക് വീഴില്ല, അപ്പോൾ ആരോ വലിച്ചെറിഞ്ഞതായിരിക്കാം എന്ന നിഗമനത്തിലേക്ക് ആദ്യം തന്നെ കേരള പോലീസ് എത്തുന്നു. പിന്നീട് ഓരോ ചുവടുവയ്പും ഇതൊരു കൊലപാതകം എന്നതിലേക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. പിന്നീടാണ് പിന്നാലെ വന്ന പ്രതിയുടെ കുറ്റസമ്മതം. നമുക്ക് ഏറ്റവും പുതിയ വിശദാംശങ്ങളിലേക്ക് എത്താം. KKM സുനിൽ വാർഡ് കൗൺസിലിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ബാലരാമപുരത്തെ 2.5 വയസ്സുകാരുടെ കൊലപാതകത്തിൽ ചുരുളഴിച്ചിരിക്കുകയാണ് പോലീസ്. സ്വന്തം അമ്മാവനാണ് പ്രതി. ഇതിന്മേലുള്ള പരിശോധനകളും തുടർ ചോദ്യം ചെയ്യലുമൊക്കെ തന്നെ ഇപ്പോൾ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വാർഡ് കൗൺസിലിൽ നമ്മുടെ തത്സമയം തുടരുന്നുണ്ട് ശ്രീ സുനിൽ. നേരത്തെ പോലീസ് സ്റ്റേഷനിലുള്ള വിശദാംശങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി ഗോകുൽ പങ്കുവച്ചല്ലോ. കാരണം ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയുമോ? കാരണം അവിടുത്തെ ഒരു അന്തരീക്ഷം, കുടുംബത്തിൻ്റെയൊക്കെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഹരികുമാറിന് മാത്രമാണോ പൊരുത്തക്കേടുകൾ വൈരുദ്ധ്യങ്ങളിലെ പിടിവള്ളിയായി മാറുന്നുണ്ട്? അപ്പോൾ അമ്മയുടെ പങ്ക്, അച്ഛൻ്റെ പങ്ക്, അപ്പോൾ ഇതൊരു ആസൂത്രിതമാണ് എന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? കാരണം തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നോ ഈ തീപിടുത്തത്തിൻ്റെ ഒരു കഥ അവിടെ മെനഞ്ഞത്? പിന്നീട് അവിടെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കുരുക്കിട്ട രീതിയിൽ കയറിട്ടിട്ടുണ്ട്. ആദ്യം ധരിച്ചത് ഒരു കൊലപാതകത്തിന് ശേഷം കൂട്ടാത്മഹത്യയിലേക്ക് പോകാനുള്ള ഒരു ചുവടുവയ്പ്പിന്റെ ഭാഗമായിട്ടുണ്ടായതായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെയൊക്കെ പിന്നാലെ എന്നൊക്കെ ആദ്യ തരത്തിലൊക്കെ നമ്മൾ ചിന്തിച്ചു. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നു. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പോഴും ഞങ്ങൾ നാട്ടുകാർ അടിവരയിട്ട് വിശ്വസിക്കുന്നു ഹരിക്ക് മാത്രമായി ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ പുറകിൽ അമ്മയും മുത്തശ്ശി അടക്കമുള്ള ആളുകൾക്ക് നന്നായിട്ടത് അറിയാം എന്ന് തന്നെയാണ് ഞങ്ങളിത് വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെയുള്ളൊരു പ്രകൃതക്കാരനല്ല കുട്ടി. ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി ഈ ഒരു ചെറിയൊരു സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും മറ്റു കുട്ടികളുടെ പ്രകൃതമല്ല എങ്കിലും ഉപദ്രവിക്കുന്ന ഒരു പ്രകൃതം ഇന്ന് വരെ അയാളിൽ ഉണ്ടായിട്ടില്ല. ഇയാൾക്കത് കഴിയില്ല. അപ്പോൾ ഇത് സ്വാഭാവികമായി ഇപ്പോഴത്തെ സാമ്പത്തിക വിഷയവുമായി നമ്മൾ പരിശോധിക്കുമ്പോൾ കുട്ടിയുടെ അമ്മയും മുത്തശ്ശിയും കാണിച്ചിരിക്കുന്ന ചെയ്തു കൂട്ടിയിരിക്കുന്ന ചെയ്തികൾ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഹരി ഇതിനകത്ത് ഏറ്റതാകാനാണ് സാധ്യത. പക്ഷേ ഇവർക്ക് അറിയാം ഇതെന്താണ് സംഭവിച്ചതെന്ന് നന്നായിട്ട് അറിയാം. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്രൈമിനും പിന്നിൽ ഒരു മോട്ടീവ് അല്ലെങ്കിൽ അപ്രതീക്ഷം ഇതൊരു ആസൂത്രിതം എന്ന് തോന്നുന്ന രീതിയിലാണെങ്കിൽ, ആ നിലയിലേക്കാണ് സംശയങ്ങൾ ബലപ്പെടുന്നതെങ്കിൽ ലക്ഷ്യം എന്തായിരിക്കണം? ഈ കുഞ്ഞിനെ ഒഴിവാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ട് ആയിരുന്നിരിക്കണം? സാർ, എനിക്ക് തോന്നുന്നത് ഇവരുടെ പ്രകൃതമനുസരിച്ച് നോക്കുമ്പോഴേക്കും കടക്കാരിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് കണ്ടെത്തിയ, അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല എങ്കിലും ഒരുപക്ഷെ കടക്കാരിൽ നിന്ന് പിന്തിരിക്കാൻ, കടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കണ്ടെത്തിയ ഒരു കുതന്ത്ര മാർഗമായിട്ടാണ് ഞാനിതിനെ ഇപ്പോൾ വിലയിരുത്തുന്നത്. കാരണം അവിടുത്തെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഈ ഉദയൻ, ഈ ശ്രീധുവിൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് കടക്കാർ വരുമ്പോഴേക്കും അച്ഛനെ കൊണ്ടുപോയി ഈ കട്ടിലിൽ പുതപ്പിച്ച് കിടത്തിയ അച്ഛൻ അത്യാസന്ന നിലയിലാണ്, ഏതു സമയവും മരണപ്പെടാമെന്ന് പൈസ ചോദിച്ചു വരുന്നവരോട് ചോദിക്കാതെ തിരിച്ചുവിടാൻ കഴിയുന്ന ഒരു ടെൻഡൻസി ഈ ശ്രീധുവിലുണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഈ പുറകിൽ. ഇത് അവരങ്ങനെ ചിന്തിച്ചത് അങ്ങനെയാകാം. അല്ലാതെ ഇതിന് മറ്റേ ഒരു ആഭിചാര ക്രിയകളോ മറ്റൊന്നും ഉണ്ടെന്ന് ഇതുവരെ വിശ്വാസമില്ല. വീട്ടിൽ അങ്ങനെ ഒരു ഞാൻ ചോദിക്കാൻ വന്നത്, നമ്മൾ പല കേസുകളിലെയും കുറ്റവാളികളുടെ പശ്ചാത്തലം, പ്രകൃതമെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. ഇവർക്ക് അങ്ങനെ മറ്റൊന്നുമില്ല. അങ്ങനെ അന്ധവിശ്വാസം അല്ലെങ്കിൽ മാനസിക പ്രശ്നം അതൊക്കെ പല രീതിയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. അതിനൊന്നും ഒരു വാർഡ് കൗൺസിലർ എന്ന നിലയിൽ താങ്കൾക്ക് കുറച്ചുകൂടി പറയാൻ കഴിയുമുള്ളൂ. അങ്ങനെയൊന്നുമില്ലല്ലോ ഇവിടെ.
ഇല്ലല്ല, ഒരു മാനസിക വിഷയമുള്ള ഒന്നുമേ ഇല്ല. ഈ പറഞ്ഞതുപോലെ ഹരികുമാറിൽ സാധാരണ ഒരു പ്രകൃതം ഒരു അല്പം ബുദ്ധിക്കുറവിൻ്റെ ഒരിതുപോലെ മറ്റു കുട്ടികളിൽ നിന്നും എന്ന് പറഞ്ഞാൽ അയാൾക്ക് ബുദ്ധിക്കുറവല്ല. ഒരു ക്ഷേത്രത്തിൽ അയാൾ മേളം അടിക്കാൻ ചെല്ലുമ്പോൾ, പഞ്ചവാദ്യം അടിക്കാൻ ചെല്ലുമ്പോൾ പൂജയ്ക്കനുസരിച്ച് കൃത്യമായി അടിക്കാൻ അയാൾക്ക് കഴിയും, അയാൾക്കറിയാം. അപ്പോൾ എവിടെയാണ് ബുദ്ധിമാന്ദ്യമുള്ളത്? ഒന്നുമില്ല. ആരോഗ്യ പ്രശ്നത്തിൽ ചെറുപ്പം എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ആ ശരീര വളർച്ചയിൽ ഒരല്പം കുറവുണ്ട് എന്നല്ലാതെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഹരിയിൽ ബുദ്ധിമാന്ദ്യമില്ല. ഹരിയിൽ അങ്ങനെ ഒരു പ്രകൃതം, ഒരു കൊലപാതകിയുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഹരിയിൽ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ മടങ്ങിയെത്താം. ശ്രീ സ്റ്റെഫിൻ, ശ്രീ സുനിൽ കൗൺസിലർ പറഞ്ഞു കേട്ടല്ലോ, അവർ പ്രകടിപ്പിക്കുന്ന സംശയങ്ങൾ. അതിൽ ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് പല രീതിയിലും നേരത്തെ ആളുകളിൽ നിന്നും പിൻവാങ്ങുന്നതിന് വേണ്ടി കടക്കാരൊക്കെ ചെല്ലുമ്പോൾ അവരെ ഒഴിവാക്കാൻ വേണ്ടി പല ഡ്രാമകളും ഈ കുടുംബം കാണിച്ചിട്ടുണ്ട്, ഈ ശ്രീതു കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് മെനഞ്ഞ ചില കാര്യങ്ങളാണെന്ന് അദ്ദേഹം സംശയിക്കുന്നു. അപ്പോൾ ഈ ഹരികുമാറിൽ മാത്രമല്ല ഈ കുറ്റകൃത്യം ഒതുങ്ങുന്നത് എന്നാണ് കൗൺസിലറുടെ സംശയം. അങ്ങനെ കൗൺസിലർ സംശയിക്കുന്ന പോലെയുള്ള സംശയങ്ങൾ അവിടുത്തെ നാട്ടുകാരും പങ്കുവയ്ക്കുന്നുണ്ടോ? അവർക്കെന്താണ് പറയാനുള്ളത് കൂടുതലായി? പ്രജീഷ്, തീർച്ചയായിട്ടും മുൻപ് തന്നെ ഈ നമ്മോട് സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇദ്ദേഹം ഒറ്റയ്ക്ക് ഈ കാര്യം ചെയ്തു എന്ന് വിശ്വസിക്കുന്നതിന് വേണ്ടി അവർക്കും കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ പോലീസും ആ തരത്തിൽ ഒരു സംശയം പോലീസിനുണ്ട്. കാരണം ഈ അമ്മയുടെ പങ്ക്, പ്രത്യേകിച്ചും ശ്രീതുവിന്റെ അറിവോടുകൂടിയാണോ ഈ കൊലപാതകം നടന്നതെന്ന വിശദമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്നു വരികയാണ്. ചേട്ടൻ ഇവിടെ അടുത്താണോ? ഇല്ല. അതെ, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു സംശയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഒറ്റയ്ക്ക് ഇദ്ദേഹം ഈ കാര്യം ചെയ്യാനുള്ള ഒരു സാധ്യത അതൊക്കെ പോലീസ് പരിശോധിച്ച് വരികയാണ്. ചേട്ടാ, ഇപ്പൊ ഈ പോലീസ് പറയുന്നത് ഈ ഹരികുമാർ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടെന്നാണ്. എന്താണ് അദ്ദേഹവുമായിട്ട് ഉള്ളൊരു പരിചയം വെച്ചിട്ട് ഒരു സ്വഭാവവും പ്രകൃതി ഒക്കെ എങ്ങനെയാണ്? അതിനെപ്പറ്റി നമുക്കൊന്നും പറയാൻ ആക്കൂല. കാര്യം എങ്ങനെയാണ്, അവനൊരു മൗന സൈസിൽ നടന്നവനാണ്. ഇന്ന് 2 ദിവസം കൊണ്ട് എന്താ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട് എന്നാണ് അറിഞ്ഞത്. എന്ത് പ്രശ്നങ്ങൾ? എന്താ മനസ്സിലാക്കുന്നത്? വഴക്കുണ്ടാക്കുന്ന സഹോദരനായിട്ട് വഴക്കായിരുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളാണ് പറയണത്. ഞാൻ അവിടെ വന്നപ്പോൾ. ആര് പറഞ്ഞത്? അവര് വീട്ടുകാരെ തന്നെ പറഞ്ഞു? വീട്ടുകാർ പറഞ്ഞു. അങ്ങനെ ഒരു സംശയം ഉണ്ടോ? അതിന്റെ എന്തെങ്കിലും വാശിയിലാണോ ഈ ഒരു കൊലപാതകം? എന്താ സംശയിക്കുന്നത്? ഇന്നലെയും എന്താ വഴക്കുണ്ടായപ്പോഴെന്തോ കൊച്ചിനെ പിടിച്ച് മുറ്റത്തെറിഞ്ഞെന്ന് എന്തൊക്കെ പറയുന്നു. ഇന്നലെ ഞാൻ അവിടെ വന്നില്ല. ചേട്ടന്റെ ബന്ധുവാണോ ഇത്? എങ്ങനെയാണ് ബന്ധം? ഞാൻ എൻ്റെ അനിയന്റെ മകളുടെ കൊച്ചാണ്. ഞാൻ ഇന്ന് ഇവിടെ ഒരു ചടങ്ങുണ്ട്, അപ്പം നന്നായത് അറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടി ഇന്നലെ ഇവിടെ വന്നിരുന്നു രാവിലെ. കുഞ്ഞിനെ നേരത്തെ ഈ ഹരികുമാർ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്നലെ പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോ ഇങ്ങനെ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നു, കൊച്ചിനെ പിടിച്ച് തള്ളിയെന്നൊക്കെ പറഞ്ഞു. അതേ ഉള്ളൂ, അല്ലാതെ വേറെ സംഭവവികാസങ്ങളൊന്നും അവർ പറഞ്ഞില്ല. ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചില്ലേ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു കുഴപ്പക്കാരനല്ലായിരുന്നു നേരത്തെ. പിന്നെ അങ്ങനെ നമ്മളുമായിട്ട് അങ്ങനെ അടുത്ത് സംസാരിച്ചിട്ടൊന്നുമില്ല. പിന്നീട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വന്നതെന്ന് അറിഞ്ഞൂടാ. 2 ദിവസം വീട്ടിൽ വഴക്കാണെന്ന് അവർ പറഞ്ഞു. പ്രജീഷ്, ഏതായാലും അക്കാര്യത്തിലൊക്കെ ഇനി കൂടുതൽ വ്യക്തതകൾ എന്തെങ്കിലും കൂടിച്ചേർക്കാനുണ്ടോ? എന്താ നമ്മള് പിന്നെ ഞാൻ വന്നപ്പോൾ തന്നെ അവൻ എന്നെ എഴുതി കാണാനൊന്നും വന്നില്ല. നമുക്ക് മുറിക്കകത്ത് കിടക്കുകയായിരുന്നു. അപ്പം ഞാൻ എന്നാരും വന്നെന്ന് പറഞ്ഞപ്പോൾ വന്നവന്മാർ പോകുമെന്ന് പറഞ്ഞു. ഇന്നലെ വന്നപ്പോൾ സാധാരണ വരുമ്പോഴൊക്കെ എങ്ങനെയാണ്? സാധാരണ വരുമ്പോൾ ഒന്നും വേറെ ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ പെരുമാറുന്ന ഇറക്കനാണ്. ഇപ്പം എന്തൊരു പറ്റിയെന്ന് പറഞ്ഞു. പ്രജീഷ്, ഏതായാലും അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ ശ്രീതുവും അതോടൊപ്പം തന്നെ ഹരികുമാറും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ വഴക്കുണ്ടായിരുന്നു, വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഈ കുഞ്ഞിനെ തള്ളുന്നതോ അങ്ങനെ ആക്രമിക്കാൻ തുനിയുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം അറിഞ്ഞിരുന്നു, ബന്ധുവാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇനി ഏതായാലും പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ ഈ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരികയുള്ളൂ. ആ വ്യക്തത വന്നാൽ മാത്രമേ എന്താണ് ഇതിന്റെ ഒരു കാരണം, കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനമായും പോലീസിന് കണ്ടെത്തേണ്ടത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച്, ഗൂഗിൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ ചോദ്യം ചെയ്യലിൽ കാര്യമായ രീതിയിൽ ഈ പ്രതി എന്നിപ്പോൾ പറയുന്ന ഹരികുമാറിന്റെ ഭാഗത്ത് നിന്ന് ഒരു നല്ല സമീപനം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാദങ്ങളെ പൊളിക്കുന്ന തരത്തിൽ ശാസ്ത്രീയമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് വേണം ഇനി പോലീസിന്റെ അന്വേഷണം ഏതായാലും മുന്നോട്ട് പോകാൻ.
തീർച്ചയായും അങ്ങനെ ഒരുപാട് വഴിത്തിരിവുകൾ പ്രതീക്ഷിക്കുന്ന ഒരു കേസാണ്. ഒരു മനുഷ്യൻ്റെയും ജീവൻ എടുക്കാൻ മറ്റൊരാൾക്ക് അവകാശമില്ല, അത് അനുവദിക്കാനും പാടില്ല. കാരണം പല സാമ്പത്തിക പ്രശ്നങ്ങളും പല രീതിയിലുള്ള ദുരൂഹതകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ആ നാട്ടിലുള്ള വർത്തമാനങ്ങളാണ് നമ്മൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. അവരുടെ പ്രതികരണമാണ്, അവിടുത്തെ കൗൺസിലർ അടക്കമുള്ളവരുടെ പ്രതികരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇനി വ്യക്തത വരുത്തേണ്ടത്, കാരണം ഹരികുമാറിൻ്റെ കുറ്റസമ്മത മൊഴിയുണ്ട്. ഹരികുമാർ ഏറ്റുപറയുകയാണോ അല്ലെങ്കിൽ അയാൾ മാത്രമേ ഉള്ളൂ? ഈ അമ്മയുടെ പങ്ക് എന്താണ്, അച്ഛൻ എന്താണ് പങ്ക്, മുത്തശ്ശിയുടെ റോൾ എന്താണ്? അപ്പോൾ ഇതിലൊക്കെ വ്യക്തത വരണം. അതിലേക്കുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.